ഹലോ, ഈ ബാഗ് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലോത്ത് എടുത്തത് ഒരു 18 ഇഞ്ച് ലെങ്ത്തും ഒരു 9 ഇഞ്ച് വെടുത്തുള്ളൊരു ക്ലോത്ത് എടുത്തിട്ട് അതേപോലെ അതിൻ്റെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വീതിയുള്ള ഭാഗം രണ്ടും ഫുള്ളാക്കി അടിച്ചതിന് ശേഷം ഇതുപോലെ മറിച്ചെടുക്കുക. ഇത് മറിച്ചെടുത്തിട്ട് ഇവിടെ ചെറിയൊരു 1 ഇഞ്ച് ഭാഗം അടയാളപ്പെടുത്തിയിട്ട് ആ 1 ഇഞ്ച് ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്യാതെ വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ആ ലൈനിങ്ങിൻ്റെ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വെക്കും, കാരണം അതിൻ്റെ ഉള്ളിലൂടെയാണ് ഇത് നമ്മൾ മറിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 1 ഇഞ്ച് കാണുന്ന അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടില്ല, കാരണം അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ കയറിട്ട് വലിക്കൽ. അപ്പോൾ പിന്നെ ഈ ഒരു ലൈനിങ്ങിൻ്റെ ഇവിടെയും സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ അതിനുള്ളിലൂടെ മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മറിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാത്ത ആ ലൈനിങ്ങിൻ്റെ ഭാഗം തുമ്പൊക്കെ ഉള്ളിലേക്കാക്കി അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ഈ ലൈനിങ് ഫുള്ളായിട്ട് ഈ ബാഗിൻ്റെ ഉള്ളിലേക്കാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തുമ്പൊക്കെ ഉള്ളിലേക്കായി നമുക്കൊരു ബാഗ് പോലെ ആകും. പിന്നെ ഇതിന് ഞാൻ സ്റ്റിച്ച് ചെയ്യേണ്ടെന്ന് പറഞ്ഞ ആ ഒരു 1 ഇഞ്ച് അതിൻ്റെ ഉള്ളിലൂടെ കയറിട്ട് വലിക്കാൻ വേണ്ടിയിട്ട് ആദ്യം അവിടെ ഒരു സ്റ്റിച്ച് ഒരു സ്കെയില് അടയാളത്തിൽ 2 സ്റ്റിച്ച് കൊടുക്കണതുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലൂടെ കയറിട്ട് വലിക്കുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഈ കയറിട്ട് വലിക്കുമ്പോൾ ഒരു കയറിട്ടിട്ട് ആ ഒരു ഭാഗം തന്നെ മറ്റേ ഭാഗത്ത് കൂടി ഇട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. ഈ ബാഗ് ചെയ്യുമ്പോൾ ഈ കയറിടുന്ന ഭാഗം നല്ല ശ്രദ്ധിക്കണം, കാരണം ഒരു കയർ തന്നെയാണ് ചുറ്റുവട്ടത്തിലെടുത്തിട്ട് നമ്മളിത് ടൈറ്റാക്കി വെക്കുന്നത്. പിന്നെ ഒന്ന് ചെയ്തതിന് ശേഷം മറ്റേ കയറും അതുപോലെ ഓപ്പോസിറ്റ് ഇട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ഭാഗത്തു നിന്ന് ഇട്ടിട്ട് അത് ഒരു സൈഡിലിട്ട് വലിച്ചിട്ട് പിന്നെ അതേ സൈഡിൽ തന്നെ മറ്റേ ഭാഗത്തേക്ക് ഇട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു കയർ തന്നെ 2 സൈഡിലേക്കുള്ള വലിക്കാനുള്ളതായി കിട്ടും. ഈ കയറ് ഞാൻ 25 ഇഞ്ചിലാണ് ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തത്. പക്ഷേ അതിൻ്റെ ലെങ്ത്ത് ഫുള്ളായിട്ട് നമുക്ക് ആവശ്യമില്ല. ഇത് ഒക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ വലിച്ചിട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇത് ആദ്യം ഞാൻ അത്ര ലെങ്ത്തിലെടുത്തത് ഇത് ഇടുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. പിന്നെ ഇത് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ അത് അതിൻ്റെ ഉള്ളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയൊരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ ക്ലോത്ത് കൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ ഹാങ്ങിങ് കൊടുത്തത്. പിന്നെ ഇതിന് പിടിക്കാനുള്ള ഒരു കയറാണ് ഞാൻ വെച്ച് കൊടുത്തത്. പിന്നെ ഇതിൻ്റെ കയറുമ്പോൾ ഞാനൊരു ചെറിയൊരു ലേസ് കൊണ്ട് ഒരു ബോയും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.